എനിവേ ലയണൽ മെസ്സിയും കൂട്ടരും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞു. കോപ്പ അമേരിക്ക മത്സരത്തിൽ ഇന്ന് നടന്ന ചിലിയുമായിട്ടുള്ള മത്സരത്തിൽ 1-0 അർജന്റീന വിജയിച്ചു. നല്ലൊരു മത്സരമായിരുന്നു അർജന്റീന കാഴ്ചവെച്ചത്. 6 ബിഗ് ചാൻസുകൾ അർജന്റീന ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 22 ഷോട്ടുകളാണ് ചിലിയുടെ പോസ്റ്റിലേക്ക് അടിച്ചു കൂട്ടിയത്. അതിൽ ഷോട്ട് ഓൺ ടാർഗറ്റിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 9 ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ഹിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. 2 ഷോട്ടുകളാണ് പോസ്റ്റുമ തട്ടി പിന്മാറിയത്. അതിൽ ഒന്ന് ലയണൽ മെസ്സിയുടെ ഷോട്ടായിരുന്നു. അതുപോലെ തന്നെ 5 ബിഗ് ചാൻസുകളാണ് ഇന്ന് അർജന്റീന മിസ്സാക്കി കളഞ്ഞത്. പിന്നെ പട്ടികയിലേക്ക് നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ്. 6 പോയിന്റുകൾ നേടിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് അർജന്റീന കടന്നു കഴിഞ്ഞു. 2-ാം സ്ഥാനത്ത് കാനഡയാണ്. 3-ാം സ്ഥാനത്ത് ചിലിയും അതുപോലെ തന്നെ 4-ാം സ്ഥാനത്ത് പെറുവാണ്. ഇനി അർജന്റീനയ്ക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ ഏത് ടീമായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിലെ 1-ാം സ്ഥാനക്കാർ എന്ന് വെച്ചാൽ അർജന്റീന, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലെ 2-ാം സ്ഥാനക്കാരുമാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ഗ്രൂപ്പ് ബിയിലെ കാര്യം ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. കാരണം ഒരു മത്സരം മാത്രം അവസാനിച്ചിട്ടുള്ളൂ. നിലവിലെ ഗ്രൂപ്പ് ബി പട്ടിക നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് വെനുസ്വേല, 2-ാം സ്ഥാനത്ത് മെക്സിക്കോ, 3-ാം സ്ഥാനത്ത് ഇക്വഡർ, 4-ാം സ്ഥാനത്ത് ജമൈക്കയാണ്. പ്രീവിയസ് മാച്ചിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2-ാം സ്ഥാനത്ത് വെനുസ്വേല വരാനാണ് സാധ്യത കൂടുതൽ. മെക്സിക്കോ 1-ാം സ്ഥാനത്തും അതുപോലെ തന്നെ 2-ാം സ്ഥാനത്ത് വെനുസ്വേല വരാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ അർജന്റീന vs വെനുസ്വേല ആയിരിക്കാം ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനൻ്റെ അടുത്ത എതിരാളികൾ എന്ന് പറയുന്നത്. എന്തൊക്കെ ആയിക്കോട്ടെ, നമുക്കിടയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് കോപ്പ അമേരിക്ക 2024 ആരടിക്കും, ബ്രസീൽ അടിക്കുമോ അർജന്റീന അടിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും കണ്ടറിയാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ വീഡിയോകളുമായി സ്കോറേഴ്സ് മൈൻഡ് നിങ്ങൾ മുന്നിൽ എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.